എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഫ്രണ്ടിലൊരു ഷിബൊക്കെ ഉള്ള സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ചുരിദാറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് കട്ട് ചെയ്യേണ്ട വീഡിയോ ഇതിന് മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവർ അതെടുത്ത് കാണുക, എന്നാലേ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇതിന് സൈഡ് ഓപ്പൺ ഇല്ല, ഫ്രണ്ടിലൊരു ഷിബ് വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇത് തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിൽ ഒരു മെത്തേഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് എടുത്തിട്ടോ. ഫ്രണ്ട് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ മടക്കിയിടുകയാണ്. അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം അപ്പുറത്തേക്ക് അതിൻ്റെ ആ സെൻറ്ററിൻ്റെ അളവ് ഇത് കിട്ടണം, ഒരു മടക്കം നമുക്ക് കിട്ടണം. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കഴുത്ത് 6.5 തന്നെ, അതിൻ്റെ പകുതി 3.25 അതിവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്ത് അവിടെ വിട്ടിട്ടുണ്ട്, അങ്ങനെ മാർക്ക് ചെയ്യുക. പിന്നെ അടിഭാഗത്തേക്ക് കഴുത്തിൻ്റെ അടിഭാഗത്തേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതേമാതിരി കേട്ടോ, 5.5 ഇഞ്ച്. എന്നിട്ട് ഒരു സ്കെയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഒരു ലൈന് വരയ്ക്കുകയാണ്. ആ കഴുത്ത് മാർക്ക് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിന് മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അതിന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അടിഭാഗത്തേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ കഴുത്തിൻ്റെ ഈ മാർക്കിങ്ങിൽ നിന്ന് അടിഭാഗത്തേക്ക് ഒരു 6 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. നമ്മൾ ഷിബ് അവിടെ കൊടുക്കാനാണ് ആ മാർക്കിങ്. അവിടെ ഓപ്പൺ ആക്കണം, അത്രയും ഭാഗം ഓപ്പൺ ആക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ കഴുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ ലളിതമായ രീതിയിലാണ് കേട്ടോ. ഇതിന് പേപ്പർ ക്യാൻവാസ് ഒട്ടിക്കണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം ഇത് ഫസ്റ്റ് ഏത് തുടക്കക്കാർക്കും ഫസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് രൂപത്തിൽ ചെയ്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് രൂപത്തിൽ. ഇനി ഇതിന് കറക്റ്റ് ഇതിൻ്റെ ക്യാൻവാസൊക്കെ ഒട്ടിച്ചിക്കണം, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് വേറെ പാർട്ടായിട്ട് വേറൊരു ചുരിദാർ കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതൊക്കെ പാടെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട്, അതായത് ഇത് ആര് കാണുകയാണെങ്കിലും ഫസ്റ്റ് ഒരു തുടക്കക്കാർ കാണാൻ ഓർക്ക് ഇത് ചെയ്യാൻ പറ്റണം. ആ ഒരു രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇതിന് പേപ്പർ ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കണില്ല, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അതേപോലെ കഴുത്തിങ്ങനെ വെച്ചുകൊണ്ട് ഇതാണ് ആകാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ ഉൾഭാഗമാണ്. ഇപ്പോൾ ഇൻഡിട്ട് ഇനി കഴുത്തടിക്കുകയാണ്, ഇങ്ങനെ അടിച്ച് പോരുക. എന്നിട്ട് ഈ സെൻറ്ററിന്ന് ഇതുവരെ അടിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ആ സെൻറ്ററിലൊരു ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പിൽ കട്ട് ചെയ്ത് കണ്ട് അപ്പുറത്തേക്കാണ് മറിക്കുക. ആ ഓപ്പണിലാണ് നമ്മൾ സിബ് വെക്കുന്നത്. ഏറ്റവും ലളിതമായ രീതിയിലാണ് കേട്ടോ. അങ്ങനെ കറക്റ്റ് ഒരേ വീതിയിൽ, ഒരു ചവിട്ടി വീതി, അതായത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിക്കുക കറക്റ്റായിട്ട്. അല്ല ആ ലൈനിങ് പീസുമേ ആ ഫ്രണ്ട് ഭാഗം വെച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ച് പോരുകയാണ്. അങ്ങനെ സെൻറ്ററിൽ കൂടി തന്നെ അടിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ അടിക്കുക. ഇപ്പോൾ ഈ 2 സ്റ്റിച്ചിൻ്റെ അടിയിൽ ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റോ അത്രയ്ക്കേ ഗ്യാപ്പ് പാടുള്ളൂ കേട്ടോ. ഈ അടിച്ച 2 സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പ് ഇടഭാഗം. എന്നിട്ട് ആ കഴുത്ത് ഫുള്ളായിട്ടുണ്ട് അടിച്ചെടുക്കുക. കറക്റ്റ് ആ ലൈനിങ്, കുറച്ച് ലൈനിങ് കൂടുതൽ തുമ്പിട്ടിട്ടാണ് ഫസ്റ്റ് തന്നെ ഇത് കട്ട് ചെയ്യട്ടോ. നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ കട്ട് ചെയ്താൽ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലൂടെ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഈ ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് കട്ട് ചെയ്തപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൂടുതലിട്ടിട്ടാണ് ഈ ലൈനിങ് സൈഡ് ഭാഗത്തൊക്കെ കൂടുതലിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലത് മറിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മി വന്നാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യണത്. എന്നിട്ട് ഇത് കട്ട് ചെയ്യുക, സെൻറ്റർ കട്ട് ചെയ്യുക. ആ സ്റ്റിച്ചുമ്പോൾ തട്ടാൻ പാടില്ല. ആ പോയിൻറ്റ് കറക്റ്റായിട്ട് വെട്ടി ആ പോയിൻറ്റ് കറക്റ്റ് ചെയ്തെടുക്കണം. ആ സ്റ്റിച്ചുമ്പോൾ തട്ടാനും പാടില്ല. അപ്പോൾ അതുപോലെ വരും. എന്താ കറക്റ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഈ ഷേപ്പിലൊക്കെ ചെറിയ ഓര വെട്ടിടുക. ആ റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് ചെറിയ ഓര വെട്ടിടുകയാണ്. എന്നിട്ട് മറിക്കുക കേട്ടോ. മറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ആ കഴുത്തിലൂടെ അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അതായത് അതിന് തെല്ലിന് സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ അതുവരെ എത്തി അടിഭാഗത്തേക്കും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക.
ഈ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ആ വെട്ടിടുമല്ലോ, അടിഭാഗത്തേക്ക് കട്ട് ചെയ്ത് മാറ്റൂല, ആ ഓപ്പൺ വെട്ടുമല്ലോ. അപ്പോൾ ആ സ്റ്റിച്ചുമ്പോൾ തട്ടാതെ ആ പോയിൻ്റ് കറക്റ്റ് വരെ വെട്ടിടണം കേട്ടോ. എന്നാലേ ഇത് മറിക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇത് റിക്വസ്റ്റ് വീഡിയോയും കൂടെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോന്ന് ആക്കുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് റിക്വസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ അത് ആ കഴുത്തോടെ അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഈ ലൈനിങ് ഉണ്ടല്ലോ, ഈ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. ഇത് ഫസ്റ്റ് അടിച്ചണം കേട്ടോ. അതായത് നമ്മൾ ഈ ഫ്രണ്ടിമേ വെക്കണതിന് മുമ്പ് അടിച്ചാലും മതി. അപ്പോൾ മറന്നു പോയതാണ്. ആദ്യം ഇപ്പം അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അടിഭാഗം അടിക്കണം അത്രേ ഉള്ളൂ. ഓക്കെ, അടിഭാഗം അടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. അതായത് ഈ ഫ്രണ്ട് പീസും ഈ ലൈനിങ്ങും സൈഡ് ഭാഗം തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി അളകാതെ കറക്റ്റായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ അവിടെയും ചെയ്യാണ്. എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. പുറത്തേക്ക് തള്ളി നിൽക്കേണ്ട ആ ലൈനിങ് പീസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ലൈനിങ് കുറച്ച് ലൂസിലിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ഷിബ് ഫിറ്റ് ചെയ്യാണ്. ഇതാണ് ഷിബ്, ഒരു ഓറഞ്ച് ഷിബാണ് നമ്മൾ ഇതിന് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഷിബിൻ്റെ ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കണ്ട് അടിക്കുകയാണ്, ഇതേപോലെ. ഓക്കെ, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഷിബിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഭാഗം ഫ്രീ ആയി കിടക്കുന്ന ഭാഗം ഉണ്ടാവും. ആ റണ്ണർ എത്താത്ത ഭാഗം, ആ ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷിബിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആ റണ്ണർ പാസ് ചെയ്യേണ്ട ആ ചാനലില്ലേ, ആ ചാനലിൻ്റെ സെൻറ്ററിലാണ് ഈ അടിക്കേണ്ടതിൻ്റെ ഈ എൻഡ് വന്ന് നിൽക്കുന്നത്. അങ്ങനത്തെ രൂപത്തിൽ അടിക്കുക. അതായത് സിബിൻ്റെ സെൻറ്ററിൽ ഈ രണ്ട് പീസിൻ്റെയും തലഭാഗം വരണം. സിബ് സെൻട്രലാവേണ്ട രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ രണ്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് നല്ല ദമ്മിൽ കിടക്കാൻ ഇങ്ങനെ അടിച്ച് പോരുമ്പോൾ ആ റണ്ണർ പോകേണ്ട ആ ചാനലില്ലേ, ആ ചാനൽ നമുക്ക് ഒരിക്കലും സ്റ്റിച്ച് കയറാൻ പാടില്ല. സ്റ്റിച്ച് കയറിയാൽ റണ്ണർ അതിലൂടെ ആവില്ല കേട്ടോ, മൂവ് ചെയ്യില്ല. അപ്പോൾ ആ ചാനൽ നമുക്ക് കയറാത്ത രൂപത്തിൽ കറക്റ്റായിട്ട് ഒരു ചവിട്ടി വീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ എൻഡിലൂടെ അല്ല, ഒരു ചവിട്ടി വീതിക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് കേട്ടോ. ഇത് ക്യാൻവാസൊക്കെ വെച്ചിക്കാണ്ട് അടിച്ച് മറിച്ചിക്കാണ്ടാണ് ഇത് സാധാരണ ചെയ്യൽ. പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചിക്കാണ്ട് വേറെ പീസും ഒട്ടിച്ചിക്കാണ്ട് പക്ഷേ അതൊക്കെ ഒരുപാട് റിസ്ക്കാണ്. നിങ്ങൾ ഫസ്റ്റ് കാണ്ടുകൊടുക്കുമ്പോൾ അത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ അങ്ങനെ നമുക്കൊന്നും ചെയ്യാം ഇതിന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള രൂപമാണ് കേട്ടോ. അങ്ങനെ അവിടെ സിബ് ഫിറ്റ് ചെയ്തു. ഇതിൻ്റെ എക്സ്ട്രാ സിബ് കൂടുതലുണ്ട്. ഇത് വലിയൊരു സിബാണ്, അത് നമുക്ക് കുറച്ച് മതി. അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഈ സിബ് ഇങ്ങനെ നൂലെടുത്ത് പോരും. അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പീസ് ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് അതിനെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതല്ലാതെ തന്നെ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാലും മതി, എന്നാലും അത് പോരൊന്നുമില്ല. ഇതുപോലെ ഒരു പീസ് വെച്ച് കവർ ചെയ്ത് അതിനെ മേലിച്ച് കണ്ട് അടിക്കാൻ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ ആ സിബ് അടിച്ചു കേട്ടോ. സിബിൻ്റെ അടിഭാഗമൊക്കെ അടിച്ചു. ഇനി ഇത് ബാക്ക് പീസ് ഫിറ്റ് ചെയ്യണം. ബാക്കാണ്, അപ്പോൾ അതിന് ലൈനിങ്ങുമ്മേ സെൻറ്ററിൽ ഒരു പീസ് വെച്ചടിക്കുക. നമ്മൾ ചുരിദാറിനെ കണ്ടിട്ടില്ല, ബാക്കിൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു പീസ് ഇങ്ങനെ കാണും, ആ ഒരു പീസാണ് കേട്ടത്. അങ്ങനെ വെച്ചടിക്കുക. പിന്നെ 3 സൈഡും ഫോൾഡ് ചെയ്ത് വെച്ചിക്കാണ്ട് ആ ലൈനിങ്ങിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് സെൻറ്ററിൽ വെച്ചിക്കാണ്ട് അടിക്കുകയാണ്, അത്രേ ഉള്ളൂ. അടിക്കേണ്ടത് നല്ലതാട്ടോ. എന്നാൽ കഴുത്തിനൊക്കെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ ബാക്ക് ഭാഗത്ത് നോക്കുമ്പോൾ ആ ലൈനിങ് പീസ് കാണില്ല. അപ്പോൾ അങ്ങനെ വെച്ചടിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ ഈ ഇൻഡിട്ട ഭാഗമാണ് ഉൾഭാഗം, അതായത് ചീത്ത വശം എന്നൊക്കെ പറയും, ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം. ഓക്കെ, എന്നിട്ട് അത് സെൻറ്റർ ഫോൾഡ് ചെയ്തിക്കാണ്ട് അതിൻ്റെ കഴുത്ത് ഒരു 3 ഇഞ്ച് അടിക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് വെട്ടിയ മാർക്കിങ്ങില്ലേ അതുവരെ അവിടെ മാർക്ക് ചെയ്ത് ഇപ്പുറത്ത് വെട്ടിട്ടുണ്ട്. ആ വെട്ട് മുതൽ ഇതുപോലെ ചെറിയൊരു കഴുത്ത് വരയ്ക്കുക. ബാക്ക് കഴുത്തൊക്കെ ഇതേപോലെ വരച്ചിട്ട് അപ്പുറം മറിച്ചിട്ടിട്ട് അതിന് പ്രസ് ചെയ്യാണ്. അതേപോലെ വരും. ആ കഴുത്ത് ഇപ്പുറത്തേക്കാണ് പതിഞ്ഞു. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത മാർക്കിങ് ഇപ്പുറത്തേക്കാണ് പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കഴുത്ത് കറക്റ്റ് ആ ലൈനിങ് വെച്ചുകൊണ്ട് അടിച്ച് മറിക്കുക. ഈ പീസ് വരേണ്ട ഭാഗം മുകളിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ വെക്കുക. വെച്ചിട്ട് ഇപ്പം ഈ അടിക്കേണ്ട ഈ മുകളിലുള്ള ഭാഗമാണ് ഇതിൻ്റെ ചുരിദാറിൻ്റെ ചീത്ത വശം, അതായത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം കേട്ടോ. നമ്മൾ മാർക്കിങ് കൂടെ ആ കഴുത്തിൻ്റെ അളവിൽ കറക്റ്റായിട്ട് അടിച്ചു. എന്നിട്ട് അതിന് കട്ട് ചെയ്യാണ്. ആ എക്സ്ട്രാ വരേണ്ട തുമ്പ് സ്റ്റിച്ചിങ് നമുക്ക് തട്ടാതെ കട്ട് ചെയ്തിട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിന്മേ ഇവിടെ ഷോൾഡർ ഫിറ്റ്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ലൈനിങ് പീസ് ഇങ്ങനെ മറിക്കുക ബാക്കിൻ്റെ. ഓക്കെ, ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസ് എടുക്കുകയാണ്. ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം അടിക്കാക്കിയത് അതേപോലെ വെക്കുക. അപ്പോൾ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല ഭാഗം ഒരേ വശത്തായിട്ട് വരും ഇതേമാതിരി. എന്നിട്ട് ആ ലൈനിങ് പീസ് ഫ്രണ്ട് മക്കൻ കവർ ചെയ്യുക. അതായത് ഇതേപോലെ
എന്നിട്ടുണ്ട് അടിക്കുക. എന്നാലും എന്താ വെച്ചാൽ അത് നിർത്തുമ്പോൾ ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത തുമ്പൊക്കെ ഉള്ളിലേക്കാണ് കയറിപ്പോവും, നല്ല വൃത്തിയിൽ കിടക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചാൽ റിസ്ക് ആണെങ്കിൽ 2 ഷോൾഡർ ഒപ്പം വെച്ച് കണ്ട് ഒരൊറ്റ അടി കേട്ടോ. ഇതേപോലെ വെച്ച് കണ്ട് ഈ ഫ്രണ്ട് പീസ് ഇതാ ഈ ക്ലിയർ ആക്കി കൊടുക്കുക തുമ്പൊക്കെ ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇതാ ഈ കറക്റ്റ് ആ ലൈനിങ് വെച്ച ആ ജോയിൻ്റ് ഉണ്ടല്ലോ അവിടെ ആ ഫ്രണ്ട് പീസിൻ്റെ എൻഡ് കൊണ്ടുപോയി വെച്ച് കണ്ട് ആ ബാക്കിൻ്റെ ലൈനിങ് അയിമക്ക് കവർ ചെയ്ത് അടിക്കുക. റിസ്ക് ആണെങ്കിൽ മറ്റേ മാതിരി അടിച്ചാൽ മതി കേട്ടോ. 2 ഷോൾഡറിൻ്റെയും ബാക്കും ഫ്രണ്ടും ഒപ്പം വെച്ച് കണ്ട് ഒരൊറ്റടി അടിക്കുക. എന്നാൽ പിന്നെ ഒന്നും നോക്കാമല്ല, ആ തുമ്പ് പുറത്ത് കാണുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് മറിച്ച് വരുമ്പോൾ ഇതാക്കണം, ആ തുമ്പൊന്നും ഉണ്ടാവില്ല, നല്ല ഫിനിഷിങ്ങിൽ കിടക്കും. ഓക്കെ, അതേപോലെ കറക്റ്റായി കിടക്കും. എന്നിട്ട് ഇതിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. ഷോൾഡറിൻ്റെ മേലെ കൂടെയാണ് അടിച്ചിട്ട് ബാക്കിൻ്റെ ഷോൾഡറിൻ്റെ മേലെ കൂടിയാണ് അടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്ക് ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചിട്ട് പോരുക, അങ്ങനെ റൗണ്ടിൽ അടിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടോ. എന്നിട്ട് ആ ലൈനിങ് ആ ബാക്ക് പീസും വെച്ച് കണ്ട് അടിക്കുകയാണ്. എന്നിട്ട് ആ ലൈനിങ് പുറത്തേക്ക് തള്ളിക്കുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തും ക്ലിയർ ആക്കുക. നമ്മൾ ഫ്രണ്ട് ചെയ്തില്ല അതേപോലെ തന്നെയാണ് ചെയ്യുക കേട്ടോ. ഇത് ഫുള്ള് അടിക്കേണ്ട കൊടുത്താൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാട്ടോ അത് ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് മാറ്റിക്കേണ്ടത്. ലൈനിങ് ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ കൊടുത്തിട്ടില്ല. ഈ ബാക്ക് പീസുമ്പോൾ ലൈനിങ് വെച്ച് കണ്ട് അടിക്കുക, അത്ര നമ്മൾ ഫ്രണ്ട് ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോകളൊക്കെ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ പാർട്ടായി കൊടുക്കുക. മറ്റേതെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല ചില ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ രൂപത്തിലാക്കണമെങ്കിൽ നമുക്ക് പാർട്ടായിട്ട് ചെയ്യാം. അടുത്തുള്ളതൊക്കെ കേട്ടോ. ഇനി നമ്മൾ കൈ ഫിറ്റ് ചെയ്യാണ്. കയ്യിന് ഇതിൻ്റെ അടിയിലൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഈ ഇൻഡിട്ട ഉൾഭാഗമാണ് കേട്ടോ. ഈ ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് ഈ പീസ് വെച്ചുകൊണ്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതായത് ഈ ബോർഡറിന് ഈ ബോർഡർ കൂട്ടിക്കാണ്ട് കൈ കട്ട് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ബോർഡർ ഇങ്ങനെ ഡബിളാക്കിയിട്ട് കൈയിൻ്റെ 2 കൈയിനും അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ട് നല്ല വശത്തേക്ക് മറിക്കുക, എന്നിട്ടാണ് അടിക്കട്ടെ. ഒരു ബോർഡർ വെച്ചടിക്കുകയാണ്. ഇത് ചില പീസിനൊക്കെ ഇതൊരു 3 പീസാണ്, ചിലതിനൊക്കെ കഴിയുമ്പോൾ ഒന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യേണ്ടി വരും, ബോർഡറൊക്കെ കട്ട് ചെയ്ത് കണ്ടൊക്കെ വെച്ച് അടിക്കേണ്ടി വരും. കാരണം അത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് നല്ല ലൂസുള്ളതാണുമ്പോൾ, അപ്പോൾ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ഇതിൻ്റെ കൈ ഫിറ്റ് ചെയ്യണം. ഈ റിഗാളില്ലേ, ഈ റിഗാൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കൈ വെക്കുക. കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കറക്റ്റാണോ നോക്കുക. അല്ലെങ്കിൽ ഈ ബോഡി പീസ് വട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൈ വെച്ചിക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുകയാണ്. ഈ ജോയിൻറ്റില്ലേ, ആ ജോയിൻറ്റിൻ്റെ കറക്റ്റ് ഈ കൈയിൻ്റെ സെൻറ്ററിന് വരണം കേട്ടോ. ആ ജോയിൻറ്റ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് ആ ജോയിൻറ്റിക്ക് കറക്റ്റായിട്ട് കൈയിൻ്റെ സെൻറ്റർ വരണം. എന്നിട്ട് തലക്കുന്ന് വെച്ച് അടിക്കുകയാണ്. ഈ കൈ ഫിറ്റ് ചെയ്യേണ്ട ശരിയായ രൂപം ഇങ്ങനെയല്ല കേട്ടോ. ശരിയായ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ 2 സൈഡും അടിച്ചിട്ട് കൈയിൻ്റെ സൈഡും അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ റിഗാള് റൗണ്ട് ചെയ്യാണ്. നമ്മൾ മറ്റേ ഇതിൻ്റെയൊക്കെ ഫ്രോക്കിൻ്റെയൊക്കെ യോക്ക് റൗണ്ട് ചെയ്യുമല്ലോ, യോക്കും അടിക്കലത്തുള്ള സ്കേർട്ടും റൗണ്ട് ചെയ്യുമല്ലോ, അതേപോലെയാണ് അത് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും സിമ്പിളായ രൂപത്തിലാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ അത് അടിക്കട്ടെ, കൈ അടിക്കുക, കൈ റിഗാൾ അടിച്ചു, എന്നിട്ട് സൈഡ് കൂട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്കൊന്ന് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ, കറക്റ്റായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് 1 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ തുമ്പിട്ടിട്ടുള്ളത്. ആ 1 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് അടിക്കുക, അടി വരെ. ഇതിൻ്റെ 2ാമത്തെ കൈ ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല, അതിപ്പോൾ നമ്മൾ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് 18 മാർക്ക് ചെയ്ത് കണ്ട് അതേപോലെ 1 ഇഞ്ച് വീതി ഉണ്ടാവും. എല്ലാ ഭാഗത്തും 1 ഇഞ്ച് തുമ്പിട്ടിട്ടുണ്ട് നമ്മൾ അടിക്കാനുള്ള തുമ്പ്. അങ്ങനെ കറക്റ്റ് ആ 1 ഇഞ്ച് തുമ്പിൽ തന്നെ കൈയിൻ്റെ അവിടുന്ന് മുതൽ ചുരിദാറിൻ്റെ ബോട്ടൺ അടി വരെ അടിക്കട്ടോ, ഒരേ അളവിൽ. ഇതുപോലെ ഈ ചുരിദാറിൻ്റെ 2ാമത്തെ സൈഡും അടിക്കുക, കൈ ഫിറ്റ് ചെയ്യുക, സൈഡ് അടിക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ ബോട്ടം അടിക്കടിച്ചോടുകൂടെ ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.